കൺമുന്നിൽ എന്ത് തെറ്റ് നടന്നാലും അതിൽ പ്രതികരിക്കുകയും തന്റെ കുടുംബത്തെ ദ്രോഹിക്കുവാനായിട്ട് ആരെത്തിക്കഴിഞ്ഞാലും അവരെയൊക്കെ നൈസായിട്ട് തീർത്ത് കളയുന്ന കരാട്ടെ കുടുംബത്തിന്റെ കഥ പറയുന്ന ബ്ലാസ്റ്റ് എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. ഇന്നത്തെ വീഡിയോയില് കറക്റ്റ് സീനുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് കഥ അറിഞ്ഞാൽ മതി എന്നുള്ളവർ മാത്രം കാണുക, ഇല്ലാത്തവർ ഒന്ന് സ്കിപ്പ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാനും മറക്കരുതേ. കഥ ആരംഭിക്കുന്നത് നായകനായ രാജാറാമിന്റെ കുടുംബത്തെ കാണിച്ചുകൊണ്ടാണ്. രാജാറാമിന് ഭാര്യയും ഒരു മകളുമാണുള്ളത്. രാജാറാം കരാട്ടെ മാസ്റ്ററാണ്. രാജയുടെ ഭാര്യ നീലവേണി. നീലവേണി ഹൗസ് വൈഫും. മകൾ സ്കൂളിൽ പഠിക്കുകയാണ്. മകളുടെ പേര് നില. രാജാറാമിന്റെ സഹോദരനും അവരുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. ഒരു മെഡിക്കൽ ഷോപ്പ് നടത്തുകയാണ് രാജാറാമിന്റെ സഹോദരൻ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നില കുട്ടികൾക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റോഹൻ എന്ന പയ്യനുമായിട്ട് ചെറിയൊരു പ്രശ്നമുണ്ടാകും. ഉടനെ തന്നെ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരുന്നു. അച്ഛനായ രാജാറാം നിലയോട് പറയുന്നുണ്ട്, എല്ലാം കേട്ടിട്ട് തെറ്റ് റോഹന്റെ ഭാഗത്താ, അതുകൊണ്ട് അവനിട്ട് രണ്ടെണ്ണം കൊടുക്കണമെന്ന് പറഞ്ഞാണ് നിലയെ പറഞ്ഞു വിടുന്നതും. എന്നാൽ നില അവന്റെ വയറ്റിലൊരു ഇടി കൊടുക്കുമ്പോഴോ റോഹൻ തിരിച്ചൊരു ഇടി കൊടുക്കുന്നു. അതോടെ നില തെറിച്ച് താഴേക്ക് വന്ന് വീഴുകയാണ്. വീണ്ടും അവൾ കരഞ്ഞുകൊണ്ടാ വരുന്നത്. തനിക്ക് കരാട്ടെ പഠിക്കണമെന്നും അച്ഛനോട് ആവശ്യപ്പെടും. അങ്ങനെ രാജ നിലയ്ക്ക് കരാട്ടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കരാട്ടെ എല്ലാം പഠിച്ചതിന് ശേഷം നില ഒരു പോക്ക് പോകും. എന്നിട്ട് റോഹനിട്ട് നല്ലത് കൊടുക്കുകയാണ്. അങ്ങനെ നില കരാട്ടെ ചാമ്പ്യൻഷിപ്പിലൊക്കെ പങ്കെടുക്കുന്നു. പക്ഷേ ആദ്യത്തെ മാച്ചിൽ തന്നെ നില തോറ്റുപോവുകയാണ് ചെയ്യുന്നത്. അന്നേ ദിവസം രാത്രി നിലയ്ക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. അവൾ സങ്കടപ്പെട്ട് കിടക്കുന്നത് ശ്രദ്ധിച്ച രാജ നിലയ്ക്കടുത്തേക്ക് വരുന്നു. നില തന്റെ സങ്കടമെല്ലാം രാജയോട് പറയുമ്പോഴോ, ഞാൻ കരാട്ടെ പഠിക്കാൻ തുടങ്ങിയതിനു ശേഷം ഏകദേശം 33 ടൂർണമെന്റിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ അതിൽ ഒരു ടൂർണമെന്റിൽ മാത്രമാണ് ഞാൻ തോറ്റുപോയത്. അന്നേ ദിവസം രാത്രിയും നിന്റെ അതേ അവസ്ഥ തന്നെയായിരുന്നു എനിക്കും. ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. അതോടെ ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇതേപോലെ ഉറങ്ങാൻ കഴിയാത്ത രാത്രി എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത്. ആ ഒരു വാശി എന്റെ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ടുള്ള ഒരു മാച്ചിൽ പോലും ഞാൻ തോറ്റിട്ടില്ല. അതുപോലെ ആയിരിക്കണം നീയുമെന്നും നിലയെ ഉപദേശിക്കുകയാണ് രാജ. അങ്ങനെ പിന്നീട് അങ്ങോട്ടുള്ള ടൂർണമെന്റിലെല്ലാം നില വിജയിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ തന്റെ ചിറ്റപ്പനൊപ്പം ഇരിക്കുന്ന നില, ചിറ്റപ്പ, അച്ഛൻ ആരാണ് ഈ കരാത്തയൊക്കെ പഠിപ്പിച്ചു കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ അത് നിന്റെ അമ്മയുടെ അച്ഛനാണെന്നും ചിറ്റപ്പൻ പറയുന്നു. നിന്റെ അച്ഛൻ പറഞ്ഞിട്ടില്ലേ, 33 ടൂർണമെന്റിൽ പങ്കെടുത്തതില് ഒരു ടൂർണമെന്റിൽ മാത്രമാണ് നിന്റെ അച്ഛൻ തോറ്റതെന്ന്. അത് മറ്റാർക്കൊപ്പവുമല്ല, നിന്റെ അമ്മയ്ക്കൊപ്പമാണെന്നും നിലയോട് പറയുന്നു. അത് കേട്ട നില ഷോക്കായി പോവുകയാണ്. കാരണം നീലവേണിയും കരാട്ടയൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ സീൻ അവിടെ കട്ടായി ഒരു ഹോട്ടലാണ് കാണിക്കുന്നത്. ആ ഹോട്ടലിൽ കുറച്ച് ഗുണ്ടകൾ ഇരിക്കുകയാണ്. അതേസമയം അവിടേക്ക് ഫുഡ് വാങ്ങുവാൻ വേണ്ടിയിട്ട് ഒരു പയ്യനും വരുന്നു. ആ പയ്യനെ കണ്ട ഗുണ്ടകൾ, ഇവന്റെ അച്ഛനല്ലേ നമ്മൾ ചാരായമൊക്കെ ഉണ്ടാക്കുന്നതിനെതിരായിട്ട് കംപ്ലൈന്റ് കൊടുത്തത്, അവനിട്ട് രണ്ടെണ്ണം കൊടുത്താലേ അവന്റെ അച്ഛന് നോവൂ എന്ന് പറഞ്ഞ് ആ പയ്യനെ തല്ലുവാനായും ആരംഭിച്ചു. അതേ സമയമായിരുന്നു അവിടേക്ക് രാജയും നിലയും ഫുഡ് വാങ്ങുവാനായും എത്തുന്നത്. പയ്യനെ വെറുതെയിട്ട് തല്ലുന്നത് കാണുന്ന രാജ അവർക്കിട്ട് നല്ലത് കൊടുത്തിട്ട് പയ്യനെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ നിന്നും ഫുഡും വാങ്ങിക്കൊണ്ട് പോകുന്നു. അത് കാണുന്ന നില രാജയോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ആ പയ്യനെ മുൻപേ അറിയത്തില്ലല്ലോ, പിന്നെ എന്തിനാ രക്ഷിക്കാൻ പോയതെന്ന് ചോദിക്കുമ്പോൾ, എനിക്കൊരു സഹോദരി ഉണ്ടായിരുന്നു. ഏകദേശം എനിക്കൊരു 9-10 വയസ്സ് പ്രായം വരുന്ന സമയം എന്റെ സഹോദരിക്ക് ഒരു മോശപ്രവൃത്തി സംഭവിച്ചു. അവിടെ കൂടി നിന്ന് ആരും തന്നെ അതിന് പ്രതികരിച്ചതേയില്ല. അത് കാരണം എന്റെ സഹോദരി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അന്ന് മുതൽ ഞാൻ തീരുമാനിച്ചതാ, എന്റെ കൺമുന്നിൽ വെച്ച് ആർക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ അതിന് പ്രതികരിക്കുമെന്ന്. അതിന് നമുക്ക് അറിയുന്നവരോ അറിയാത്തവരോ ആകണമെന്നൊന്നുമില്ല. നമ്മുടെ കൺമുന്നിൽ ഒരു തെറ്റ് നടന്നാൽ അതിൽ പ്രതികരിക്കണമെന്നും രാജനിലയെ ഉപദേശിക്കുന്നു. നിലയും അത് ഓക്കെ പറയുകയാണ്. അങ്ങനെ ഒരു 15 വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ഒരു രാത്രി വയസ്സായൊരമ്മ ബസ്സിൽ വരികയാണ്. അവർ അവരുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരനെ ഫോൺ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. എന്റെ ഭർത്താവ് ഓട്ടോ ഓടിച്ച് കഷ്ടപ്പെട്ട് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി ഓട്ടോ സ്റ്റാൻഡിനടുത്തായിട്ട് ഒരു പ്ലോട്ട് വാങ്ങിയിട്ടു. എന്നാൽ എന്റെ ഭർത്താവിന്റെ മരണശേഷം ആ ഒരു പ്ലോട്ട് സുന്ദരത്തിന് വേണമെന്നാണ് പറയുന്നത്. സുന്ദരം എന്റെ മകളെ കൊല്ലുമെന്ന് വിരട്ടുക. എന്റെ മകളുടെ കല്യാണം നടത്തണമെങ്കിൽ ആ വസ്തു എനിക്ക് വിറ്റേ മതിയാകൂ. പക്ഷേ സുന്ദരം പറയുന്നത് ഇന്ന് രാത്രി തന്നെ ആ വസ്തുവിന്റെ ഒറിജിനൽ പ്രമാണം സുന്ദരത്തെ ഏൽപ്പിക്കണമെന്ന്. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് അവർ വല്ലാതെ കരയുന്നു. സുന്ദരത്തിനോടൊന്ന് സംസാരിക്കണമെന്നും രാഷ്ട്രീയക്കാരനോട് പറയുമ്പോഴോ രാഷ്ട്രീയക്കാരന്റെ മറുപടി, സുന്ദരം ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ആളാണ്, സുന്ദരം എന്ത് പറയുന്നോ അതനുസരിക്കുന്നതാണ് നല്ലത് എന്നതായിരുന്നു രാഷ്ട്രീയക്കാരന്റെ മറുപടിയും. അത് കേട്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലിരിക്കുകയാണ് ആ അമ്മ ഫോണിൽ സംസാരിക്കുന്നതെല്ലാം അമ്മ ഇരിക്കുന്ന സീറ്റിന്റെ മുന്നിലിരുന്ന് നമ്മുടെ നില കേൾക്കുന്നുണ്ട്. നില ഇപ്പോൾ വളർന്ന് വലിയ പെൺകുട്ടിയായിരിക്കുകയാണ്. അമ്മ നേരെ പോകുന്നത് സുന്ദരത്തിന്റെ വീട്ടിലേക്കും. എന്നാൽ അതേസമയം സുന്ദരമാണെങ്കിലോ അമ്മയുടെ കയ്യിൽ നിന്നും ഒറിജിനൽ പ്രമാണമൊക്കെ വാങ്ങുന്ന സമയം സുന്ദരത്തിന്റെ ആളിനെ ആരോ അടിച്ച് പറത്തുകയാണ്.
അത് മറ്റാരുമല്ല, നിലയായിരുന്നു. നില അവിടേക്ക് വന്നിട്ട് സുന്ദരത്തിന്റെ ആളുകളെ എല്ലാവരെയും തല്ലി ചതയ്ക്കും. സുന്ദരത്തിനിട്ടും നല്ലത് കൊടുക്കുകയാണ്. അവർക്കാർക്കും നിലയെ ഒന്ന് തിരിച്ചടിക്കുവാൻ പോലും കഴിയുന്നില്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടായിരുന്നു നില ഫൈറ്റ് ചെയ്യുന്നതും. അടികൊണ്ട് അവശനായ സുന്ദരത്തിന്റെ കയ്യിൽ നിന്നും സുന്ദരം തയ്യാറാക്കിയ ഫേക്ക് ആയിട്ടുള്ള പ്രമാണം വാങ്ങി വലിച്ചു കീറിയ നില ഇനി അമ്മയ്ക്കൊരു പ്രശ്നവും ഉണ്ടാകില്ല. സമാധാനമായിട്ട് ആ പ്രോപ്പർട്ടി വിൽക്കുന്ന കാര്യം നോക്കാമെന്നൊക്കെ നില പറയുമ്പോഴോ, മോൾക്ക് എന്നെ മുൻപേ അറിയാമോ എന്ന് അമ്മ ചോദിക്കുന്നു. ഒരു പുഞ്ചിരിയോട് കൂടിയാണ് നില അവിടെ നിന്ന് പോകുന്നത്. നിലയോട് രാജ പറഞ്ഞിരുന്നല്ലോ, തന്റെ കൺമുന്നിൽ എന്ത് തെറ്റ് കണ്ടു കഴിഞ്ഞാലും അതിന് പ്രതികരിക്കണമെന്ന്. അതുകൊണ്ടാണ് നില ഇതിൽ പ്രതികരിച്ചിരിക്കുന്നതും. എന്നാൽ നില ഇതുപോലെ പ്രശ്നമുണ്ടാക്കുന്നതെല്ലാം നിലയുടെ അമ്മ അറിയുകയാണ്. സുന്ദരവുമായിട്ട് പ്രശ്നമുണ്ടാക്കിയ കാര്യമൊക്കെ ആ ഒരു രാഷ്ട്രീയക്കാരൻ വഴി അമ്മ അറിഞ്ഞതുകൊണ്ട് നിലയെ ഒരുപാട് വഴക്ക് പറയുന്നു. പെൺകുട്ടിയാണ്, അടക്കത്തോടും ഒതുക്കത്തോടും കൂടി വളരണമെന്നും ഒരു വിവാഹമൊക്കെ കഴിക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞ് അമ്മ വല്ലാതെ പ്രശ്നമുണ്ടാക്കുന്നു. മാത്രമല്ല, നിലയ്ക്ക് കല്യാണാലോചനയ്ക്ക് കൊണ്ടുവരണമെന്നും രാജയോട് പറയുമ്പോഴോ, അവൾ അവളുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ, കുറച്ചു നാൾ കൂടി അവൾ ജോലിയൊക്കെ ചെയ്ത് അവൾ അവളുടെ ഇഷ്ടത്തിന് സമ്പാദിച്ച് ജീവിക്കട്ടെ എന്നതായിരുന്നു രാജയുടെ മറുപടിയും. അങ്ങനെ നില പുതുതായിട്ടൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യുകയാണ്. പക്ഷേ അവിടുത്തെ മാനേജറിന് നിലയെ നല്ല നോട്ടമുണ്ട്. നിലയ്ക്കത് മനസ്സിലാകുന്നുമുണ്ട്. നില സ്ഥിരം പോകുന്നത് ഒരു ക്യാബിലായിരുന്നു. അതേ ക്യാബിൽ തന്നെ നില പോകുവാനായി ഇറങ്ങുന്ന സമയം ആ മാനേജറും വന്ന് കയറും. നിലയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എത്രയാണ് സാലറി? താൻ പറയുന്ന രീതിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ സാലറി കുറച്ചുകൂടി കൂട്ടിത്തരാമെന്നും പറഞ്ഞിട്ട് നിലയുടെ കാലിലേക്ക് കൈവയ്ക്കുന്നു. എന്നാൽ നിലയുടെ സ്വഭാവം മാറുകയും നില അവിടെയിട്ട് ആ കാറിലിട്ടവനെ ചമ്മന്തിയാക്കിയെന്ന് പറയാം. അതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാബ് ഡ്രൈവർ. ആർക്കും നിലയെ ഒന്ന് തൊടാൻ പോലും കഴിയില്ല. ആ വിധമാണ് അച്ഛനായ രാജ നിലയെ വളർത്തിയിരിക്കുന്നതും. ആ ഒരു സീൻ അവിടെ കട്ടായി കഥയിലെ മെയിൻ വില്ലനായിട്ടുള്ള വരുൺ ദയാളനെ കാണിക്കുന്നു. വരുൺ ടെക്സാസ് മിനറൽ കമ്പനി നടത്തുകയാണ്. അതിന്റെ ഹെഡാണ് ഈ വരുൺ. മാത്രവുമല്ല, ഒരുപാട് മൈനിങ് പ്രോജക്റ്റ് ഒക്കെ എടുത്ത് നടത്തുന്നുണ്ട്. അതിനെതിരായിട്ട് നിൽക്കുന്നവരെ എല്ലാവരെയും കൊന്നൊടുക്കുക, ഇത് തന്നെയാണ് വരുൺ ചെയ്തുകൊണ്ടേയിരിക്കുന്നതും. രാഷ്ട്രീയക്കാരും എല്ലാവരും വരുണിന്റെ സൈഡാണ്. അതുകൊണ്ട് തന്നെ വരുൺ എന്ത് കുറ്റകൃത്യം ചെയ്താലും പിടിക്കപ്പെടത്തുമില്ല. അങ്ങനെ വരുണാണെങ്കിലോ പുതുതായിട്ടൊരു പ്രോജക്റ്റ് നടത്തുവാനായും പോവുകയാണ്. കൃഷിയെ മാത്രം ആശ്രയിക്കുന്ന ഒരു ഗ്രാമത്തില് വലിയ മലയുണ്ട്. ആ മലയിൽ മൈനിങ് നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം 7,000 കോടിയാണ്. അതറിഞ്ഞതോടുകൂടി മൈനിങ് നടത്തണമെന്നും വരുണും കൂട്ടരും തീരുമാനിക്കുന്നു. പക്ഷേ ഈ ഒരു പ്രോജക്റ്റിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. മല കുഴിക്കുവാനായി ആരംഭിച്ചു കഴിഞ്ഞാൽ മണ്ണിടിച്ചിലുണ്ടാകും. ഏകദേശം അവിടെ 1,500 കുടുംബമെങ്കിലും താമസിക്കുന്നുണ്ട്. അവരെല്ലാവരും മണ്ണിനടിയിലാകും. എന്നാൽ ഇതെല്ലാം അറിയുന്ന വരുൺ ദയാളൻ അതൊന്നും സാരമില്ല, പ്രോജക്റ്റ് നമുക്ക് നടത്താമെന്നും തീരുമാനിക്കുന്നു. അതിനായിട്ട് ആദ്യം പോകുന്നത് MLAക്ക് അടുത്തേക്കാണ്. MLAയുടെ ഈ ഒരു കാര്യമെല്ലാം അവതരിപ്പിക്കുമ്പോൾ, മല കുഴിക്കുവാനായി ആരംഭിച്ചു കഴിഞ്ഞാൽ ഏകദേശം 1,500 കുടുംബമെങ്കിലും നശിച്ചു പോകും. അതിന് 1,000 കോടിയെങ്കിലും എനിക്ക് വരണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ ഒരു പ്രോജക്റ്റിന് ഞാൻ അനുവദിക്കാമെന്നും MLA പറയുന്നു. 7,000 കോടി കിട്ടുന്ന പ്രോജക്റ്റില് 1,000 കോടി പോയാൽ എന്താ കുഴപ്പമെന്ന് ചിന്തിച്ച് വരുൺ ദയാളനാണെങ്കിലോ 1,000 കോടി MLAക്ക് കൊടുക്കുവാനായും തയ്യാറാകുന്നു. അത് വൈറ്റായിട്ട് തന്നെ വേണമെന്ന് പ്രത്യേകം MLA പറയുന്നുണ്ട്. MLAക്ക് ആവശ്യമായിട്ടുള്ള 1,000 കോടി കൈമാറുന്നതിന് വരുണിന് ഏറ്റവും വിശ്വാസമുള്ള ഒരു അണ്ടർവേൾഡ് ഡോണിനെ ഏർപ്പാടാക്കുന്നു. അയാളുടെ പേര് എബ്രഹാം എന്നാണ്. എബ്രഹാമിനെ പോലീസ് മുഴുവൻ തേടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെയും ആരെ കൊണ്ടും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. എബ്രഹാമിനെ പിടികൂടാൻ പോകുന്നവരാരും തന്നെ ജീവനോടെയും തിരികെ വന്നിട്ടില്ല. എബ്രഹാം എന്തെങ്കിലും പ്രോജക്റ്റ് തനിക്ക് കിട്ടുമ്പോൾ മാത്രമേ പുറത്തേക്ക് വരൂ. ഇല്ലാത്തപ്പോൾ എവിടെയാണെന്നുള്ള കാര്യം പോലും ആർക്കും ഇതുവരെയും കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ക്രൂരനായിട്ടുള്ള വില്ലനാണ് ഈ എബ്രഹാം. എബ്രഹാമിനെയാണ് വിശ്വസിച്ച് വരുൺ 1,000 കോടി കൈമാറുന്നതിനായി ഏൽപ്പിച്ചിരിക്കുന്നതും. എബ്രഹാമിനെ എന്ത് ജോലി ഏൽപ്പിച്ചാലും കൃത്യമായിട്ട് എബ്രഹാം അത് ചെയ്യും. അതാണ് വരുണിന് ഇത്ര വിശ്വാസവും. അങ്ങനെ വരുൺ 1,000 കോടി ബ്ലാക്ക് മണി എബ്രഹാമിനെ ഏൽപ്പിക്കുന്നു. ഒരു കണ്ടെയ്നർ വഴിയാണ് എബ്രഹാം അത് കൊണ്ടുപോകുന്നതും. അതിനുശേഷം ഈ 1,000 കോടി ബ്ലാക്ക് മണി ദുബായിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദുബായില് ഒരു ഡീലർ വഴിയാണ് ഇതെല്ലാം നടത്തുന്നത്. ഡീലറിന്റെ കൈവശം ഒരേ സീരിയൽ നമ്പറുള്ള 2 100 രൂപ നോട്ടുകളുണ്ട്. അതിലൊരു 100 രൂപ നോട്ട് എബ്രഹാമിനെ ഏൽപ്പിക്കുകയാണ്. ആ 100 രൂപ നോട്ട് ദുബായിൽ എത്തിച്ചാൽ മാത്രമേ കറക്റ്റ് വൈറ്റ് മണിയായിട്ട് 1,000 കോടി MLAയുടെ കൈവശം കിട്ടൂ. ഇതാണ് അവരുടെ ഡീൽ. 1,000 കോടി കിട്ടിയാൽ മാത്രമേ വരുണിന്റെ പ്രോജക്റ്റിന് MLA സൈൻ ചെയ്യുകയുള്ളൂ. എന്നാലേ ഒരു പ്രോജക്റ്റ് നടക്കൂ. അങ്ങനെ ഒരേ സീരിയൽ നമ്പറുള്ള ഒരു 100 രൂപ നോട്ടുമായിട്ട് അവിടെ നിന്ന് പോവുകയാണ് എബ്രഹാം. ആ ഒരു സീൻ അവിടെ കട്ടായി. രാത്രി പോലീസൊക്കെ ചെക്കിംഗ് നടത്തുകയാണ്. പോലീസുകാർ ഒരു പയ്യനെ പിടികൂടുന്നു. ആ പയ്യൻ ചെറുതായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. അവന്റെ വണ്ടി പിടിച്ചു വാങ്ങി വെക്കുകയാണ്. സാറേ, ഇതെന്റെ അച്ഛന്റെ വണ്ടിയാ. അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും. ഇന്നെന്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ട് കൂട്ടുകാരോടൊരു ആഘോഷം നടത്തിയത്. അല്ലാതെ ഞാൻ കുടിക്കുന്ന ആളൊന്നുമല്ല എന്ന് ആ പയ്യൻ കെഞ്ചുന്നത് കൊണ്ട് തന്നെ
പോലീസ് ഉദ്യോഗസ്ഥൻ അവനെ വെറുതെ വിടുന്നു. അവൻ ബൈക്കുമെടുത്ത് പോകുന്ന സമയം ഒരു കാറുമായിട്ട് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടാവുകയാണ്. അവൻ വീണ്ടും ബൈക്കുമെടുത്ത് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു. എന്നാൽ കാറ് ഒരു മരത്തിൽ വന്ന് ഇടിച്ചു നിൽക്കുകയാണ്. ആ കാറിലുണ്ടായിരുന്നത് എബ്രഹാം ആയിരുന്നു. എബ്രഹാമിനെ ഉടനെ തന്നെ പോലീസുകാർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നെത്തിക്കും. എബ്രഹാം ആരാണെന്നോ എബ്രഹാമിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ എന്നുള്ള കാര്യമൊന്നും പോലീസുകാർക്ക് അറിയത്തേയില്ല. അതേസമയം ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റിനെ കാണിക്കുന്നു. വരുൺ ഇതുവരെയായിട്ടും മൈനിങ്ങിന്റെ പേരിൽ ഒരുപാട് ഗ്രാമങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാം എവിഡൻസ് കളക്ട് ചെയ്തിരിക്കുകയാണ് ഈ സോഷ്യൽ ആക്ടിവിസ്റ്റ്. മാത്രവുമല്ല, വരുൺ ചെയ്തു കൂട്ടിയ പ്രവൃത്തികളെല്ലാം പുറത്തു കൊണ്ടുവരണമെന്നും ഇനിയൊരു ഗ്രാമം പോലും നശിക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. എന്നാൽ ഇത് വരുൺ അറിയുകയുണ്ടായി. ഇനിയും അയാൾ ഇതുപോലെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്റെ സാമ്രാജ്യം തന്നെ തകരുമെന്ന പേടി വരുണിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വരുൺ കൃപാകരൻ എന്ന ഗുണ്ടയെ ഏർപ്പാടാക്കുകയാണ്. സോഷ്യൽ ആക്ടിവിസ്റ്റിനെയും കുടുംബത്തെയും തീർത്ത് കളയണമെന്നതായിരുന്നു വരുണിന്റെ ആവശ്യം. അതനുസരിച്ച് കൃപാകരൻ തന്റെ കുറച്ച് കൂട്ടാളികളെയെല്ലാം സോഷ്യൽ ആക്ടിവിസ്റ്റിന്റെ വീട്ടിലേക്ക് പറഞ്ഞുവിടുന്നു. പതിവ് പോലെ ജോലിയും കഴിഞ്ഞ് തന്റെ കുഞ്ഞിനെയും സ്കൂളിൽ നിന്ന് കൂട്ടി വീട്ടിലേക്ക് എത്തിക്കുകയാണ് ആക്ടിവിസ്റ്റ്. തന്റെ ഭാര്യയുടെ പിറന്നാളായതുകൊണ്ട് തന്നെ സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതിയാണ് വീട്ടിലേക്ക് എത്തുന്നതും. എന്നാൽ വീട് നിറച്ച് രക്തം. റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോഴോ മരണപ്പെട്ട് കിടക്കുന്ന ഭാര്യയാണ് കാണുന്നത്. ആരോ തന്റെ ഭാര്യയെ കൊന്നു എന്നുള്ള കാര്യം സോഷ്യൽ ആക്ടിവിസ്റ്റിന് മനസ്സിലായി. അതേ സമയം തന്നെയായിരുന്നു വീടിനുള്ളിൽ ഒളിച്ചിരുന്ന ബാക്കി ഗുണ്ടകളെല്ലാം അവിടേക്ക് വരികയും അയാളെയും അയാളുടെ കുഞ്ഞിനെയും കൊന്നുകളയുന്നത്. വരുൺ ആവശ്യപ്പെട്ടത് കൃത്യമായിട്ട് കൃപാകരൻ ചെയ്തു. 100 രൂപ നോട്ടുമായിട്ട് വരുന്ന വഴിയില് എബ്രഹാമിന് ആക്സിഡന്റ് ആയി എന്നുള്ള കാര്യം വരുൺ അറിയുന്നു. ഹോസ്പിറ്റലിൽ കിടക്കുന്ന എബ്രഹാമിനെ സേഫായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരണമെന്നും കൃപാകരനെ ഏർപ്പാടാക്കുന്നു. അങ്ങനെ കൃപാകരന്റെ സഹോദരനായ ശിവയും കൂട്ടരുമാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. വടിവാളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാ ചെല്ലുന്നത്. അത് കാണുന്ന പോലീസ് ആകെ ഞെട്ടിപ്പോകുന്നു. വടിവാളുമൊക്കെ ആയിട്ട് വരണമെങ്കിൽ ഈ കിടക്കുന്നവനെ കൊല്ലുവാനായിട്ടാണ് വന്നതെന്നാണ് പോലീസുകാർ കരുതിയിരിക്കുന്നത്. ഉടനെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് ലോഡ് ചെയ്യുന്നു. അത് കാണുന്ന ശിവയും കൂട്ടരും ഒന്നും ചെയ്യരുതേ എന്ന് ബഹളം വയ്ക്കും. അതോടെ ഉയർന്ന ഉദ്യോഗസ്ഥന് ഒരു കാര്യം മനസ്സിലായി. ഈ കിടക്കുന്നവനെ കൊല്ലുവാൻ വേണ്ടിയിട്ടല്ല വന്നത്, അവനെ ഇവിടെ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുവാനാണ്. അപ്പോൾ ഇവനെന്തോ വലിയ പുള്ളിയാണെന്ന് മനസ്സിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥൻ ആ ഒരു കാര്യം ഉറപ്പുവരുത്തുവാൻ വേണ്ടിയിട്ട് എബ്രഹാമിന്റെ കാലിൽ ഷൂട്ട് ചെയ്യുന്നു. അത് കാണുന്ന ശിവയും കൂട്ടരും ഒന്നും ചെയ്യരുത്, ഞങ്ങൾ ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും തിരികെ പോവുകയും ചെയ്യുന്നു. അതോടെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിലോ എബ്രഹാം ആരാണെന്ന് കണ്ടുപിടിക്കുവാനായും തീരുമാനിക്കും. എബ്രഹാമിന്റെ ഫോട്ടോയും എടുത്ത് പല സ്റ്റേഷനിലേക്കും അയക്കുകയാണ് ചെയ്യുന്നത്. എബ്രഹാമിന് മേൽ സംശയം തോന്നിയ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരുപാട് പോലീസ് ഫോഴ്സിനെ ഹോസ്പിറ്റലിലേക്ക് വരുത്തുകയും ടൈറ്റ് സെക്യൂരിറ്റി നിർത്തിയിട്ടാണ് തന്റെ വീട്ടിലേക്ക് പോകുന്നത്. എന്നാൽ വീട്ടിലെത്തി കുറേ സമയം കഴിഞ്ഞതും പോലീസ് ഉദ്യോഗസ്ഥന് ഒരു കോൾ വരുന്നു. ഞെട്ടിപ്പോയ പോലീസ് ഉദ്യോഗസ്ഥൻ ഹോസ്പിറ്റലിലേക്ക് വന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അവിടെയുണ്ടായിരുന്ന മുഴുവൻ പോലീസുകാരെയും ക്രൂരമായി കൊല ചെയ്തിരിക്കുന്നു. എന്നാൽ അതിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മാത്രമായിരുന്നു ബോധമുണ്ടായിരുന്നത്. ആരാ ഇത് ചെയ്തത്, എത്ര പേരുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് പേരൊന്നുമില്ല, ഒരൊറ്റയാൾ. ആക്സിഡന്റ് ആയി ഇവിടെ ഒരാളെ കൊണ്ടുവന്നില്ലേ, അയാളാണ് ഇത് ചെയ്തതെന്നും ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് വഴിയാണ് കാണിക്കുന്നത്. എബ്രഹാമിന് ബോധം വരും. ബോധം വരുമ്പോൾ എബ്രഹാമിന്റെ കാലിൽ ഒരു കെട്ട് കെട്ടിയിരിക്കുന്നതും എബ്രഹാം കാണുന്നു. പോലീസ് ഷൂട്ട് ചെയ്തതാണെന്ന് എബ്രഹാമിന് മനസ്സിലായി. മാത്രവുമല്ല, ഒരുപാട് പോലീസുകാർ കാവൽ നിൽക്കുന്നത് കൊണ്ട് ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല എന്ന് ചിന്തിച്ച എബ്രഹാം എല്ലാ പോലീസുകാരെയും ക്രൂരമായി കൊല ചെയ്തതിനു ശേഷം അവിടെ നിന്നും രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു. അതോടെ ആകെ ഷോക്കായി നിൽക്കുകയാണ് ഉയർന്ന ഉദ്യോഗസ്ഥൻ. അപ്പോഴേക്കും SP ഓഫീസിൽ നിന്നും ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കോൾ വന്നിരുന്നു. എബ്രഹാമിന്റെ ഫോട്ടോ അയച്ചു കൊടുത്തിരുന്നില്ലേ, ആ ഫോട്ടോ കാണുന്ന SP ആരാണ് അയാളെന്നുള്ള കാര്യം പോലീസ് ഉദ്യോഗസ്ഥനോട് പറയുന്നു. ഇതുവരെയായിട്ടും ഒരു പോലീസുകാർക്ക് പോലും തൊടാൻ കഴിയാത്ത ഒരു അണ്ടർവേൾഡ് ക്രിമിനലാണ് അയാൾ. അയാളുടെ പേര് എബ്രഹാം എന്നാണ്. എബ്രഹാമിനെ പിടികൂടുവാൻ വേണ്ടിയിട്ട് ഒരു 16 അംഗ ടീം ഇവിടെ നിന്ന് പോയിരുന്നു. ആ ടീമിൽ ഞാനും പോകേണ്ടതാണ്. പക്ഷേ അന്ന് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. എന്നാൽ പോയവരാരും തന്നെ ജീവനോടുകൂടി തിരികെ വന്നിട്ടില്ല. ആർക്കും പിടികൂടാൻ കഴിയാത്ത, തമിഴ്നാട് മുഴുവൻ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രിമിനലാണ് അയാൾ. അയാളെ സൂക്ഷിക്കണമെന്നുള്ള കാര്യവും SP പറയുന്നു. എന്നാൽ മറ്റൊരു വശത്ത് എബ്രഹാം നേരെ എത്തിയിരിക്കുന്നത് കൃപാകരന്റെ സങ്കേതത്തിലേക്കാണ്. അവരിപ്പോൾ ഉള്ളത് കൃപാകരന്റെ സിനിമാ തിയേറ്ററില. കൃപാകരന്റെ ഗുണ്ടകളെല്ലാം അവിടെയുണ്ട്. എബ്രഹാമിന്റെ കാലിൽ ബുള്ളറ്റ് കൊണ്ടതുകൊണ്ട് തന്നെ എബ്രഹാം തന്റെ പേഴ്സണൽ ഡോക്ടറിനെ വിളിച്ചിട്ട് അതിനുള്ള മരുന്നെല്ലാം ചോദിക്കുന്നുണ്ട്. നല്ല പെയിനുമുണ്ട് എബ്രഹാമിന്. എന്നാൽ ഡോക്ടർ പറയുന്നത്
കൃത്യമായിട്ടുള്ള ആന്റിബയോട്ടിക് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാലിന് താഴേക്ക് മുറിച്ച് കളയേണ്ടി വരും. അതിനു മുൻപായിട്ട് ഇൻഫെക്ഷനൊക്കെ സംഭവിക്കുന്നതിന് മുൻപ് ഞാൻ പറയുന്ന ആന്റിബയോട്ടിക്കുകളെല്ലാം വാങ്ങണമെന്നും എബ്രഹാമിനോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ എബ്രഹാം ആണെങ്കിലോ ആ ഒരു മരുന്നിന്റെ ലിസ്റ്റ് കൃപാകരന്റെ കൂട്ടാളിയെ ഏൽപ്പിക്കും. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്നും മരുന്ന് കിട്ടുന്നില്ല. ഉടനെ തന്നെ കൃപാകരന്റെ കൂട്ടത്തിലുള്ള ഒരാളിനോട് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്ന് വാങ്ങണം, പ്രിസ്ക്രിപ്ഷൻ വേണമെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒന്നും നോക്കണ്ട തട്ടിക്കളയണമെന്നുള്ള രീതിയിൽ എബ്രഹാം സംസാരിക്കുന്നു. അതേസമയം കൂട്ടത്തിൽ ആര് പോകുമെന്ന് ചിന്തിക്കുന്ന സമയത്താണ് പുതുതായിട്ട് അവരുടെ ഗ്യാങ്ങിലേക്ക് വന്ന ടോബിയെ കാണുന്നത്. ടോബി കുറച്ചുനാള് മാലമോഷണ കേസിലൊക്കെ അകത്തായിരുന്നു. ദേ ഇന്നാണ് അവരുടെ ടീമിൽ ചേരുവാനായിട്ടും വന്നിരിക്കുന്നത്. അത് കാണുന്ന കൃപാകരന്റെ സഹോദരനായിട്ടുള്ള ശിവ ടോബിയോട് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഈ മരുന്നൊന്ന് വാങ്ങിക്കൊണ്ടുവാ, ആരെങ്കിലും എതിർക്കുകയാണെങ്കിൽ ദേ ഈ കത്തി കൂടി കയ്യിൽ വെച്ചേക്കണമെന്ന് പറഞ്ഞിട്ടാണ് ടോബി അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. ടോബി ഇതെല്ലാം ചെയ്യുവാനായിട്ട് ധൈര്യശാലിയാണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ടോബി നേരെ മെഡിക്കൽ സ്റ്റോർ അന്വേഷിച്ചു വരുന്നു. ടോബി അവസാനം വന്നെത്തുന്നത് നമ്മുടെ രാജയുടെ സഹോദരൻ നടത്തുന്ന മെഡിക്കൽ ഷോപ്പിലേക്കാണ്. അന്നേ ദിവസം അവിടെ മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുന്നത് നിലയായിരുന്നു. പെൺകുട്ടി നിൽക്കുന്ന മെഡിക്കൽ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ അവളെ കത്തി കാണിച്ച് വിരട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് മരുന്ന് വാങ്ങിക്കൊണ്ട് പോകാമെന്ന് ചിന്തിച്ച് ടോബി ഉടനെ തന്നെ അവരുടെ മെഡിക്കൽ ഷോപ്പിലേക്ക് എത്തുന്നു. കുറച്ചു നേരം മുൻപാണ് രാജ ഫുഡ് കഴിക്കുവാൻ വേണ്ടിയിട്ട് നിലയെ അവിടെ നിർത്തിയിട്ട് വീട്ടിലേക്ക് പോയതും. മെഡിക്കൽ ഷോപ്പിലേക്ക് എത്തുന്ന ടോബി മരുന്നെഴുതിയ പേപ്പർ കൊടുക്കുന്നു. പ്രിസ്ക്രിപ്ഷൻ നില ചോദിക്കുമ്പോഴോ കത്തി കാണിച്ച് വിരട്ടുകയാണ് ചെയ്യുന്നത്. എന്നാൽ നിലയ്ക്ക് ദേഷ്യം വരുമെങ്കിലും അമ്മ അവളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൾ ഓർക്കുന്നു. നില പ്രശ്നമുണ്ടാക്കുന്നത് കൊണ്ട് അമ്മയ്ക്ക് വല്ലാതെ മനപ്രയാസമൊക്കെയാണ്. അതുകൊണ്ട് ഇനി ഒന്നും വേണ്ട എന്ന് ചിന്തിച്ച നില ഗുളികകളൊക്കെ എടുത്തു കൊടുക്കും. എന്നാൽ ഗുളികയും വാങ്ങി പോകുവാനായിട്ട് ടോബി ഇറങ്ങുന്ന സമയമാണ് നിലയുടെ കഴുത്തിൽ കിടക്കുന്ന ചെയിൻ കാണുന്നത്. ഈ ടോബിയുടെ സ്വഭാവം ചെയിനൊക്കെ അടിച്ചു മാറ്റലല്ലേ, അതവന്റെ രക്തത്തിൽ നിന്ന് പോയിട്ടില്ല. ഉടനെ തന്നെ കത്തി കാണിച്ച് മാല ഊരുവാനായിട്ടും പറയുന്നു. എന്നാൽ ഇത്തവണ നിലയ്ക്ക് സഹിച്ചില്ല. നില ടോബിയെ നന്നായിട്ട് പഞ്ഞിക്കിടുകയാണ് ചെയ്യുന്നത്. മാത്രവുമല്ല പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. പോലീസ് ടോബിയെ സ്റ്റേഷനിലേക്കും കൊണ്ടുവരികയാണ്. പോയിട്ട് ഒരുപാട് നേരമായിട്ടും ടോബിയെ കാണാത്തത് കൊണ്ട് തന്നെ കൃപാകരനും കൂട്ടാളികളും ടോബിയെ അന്വേഷിക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞതും ബാത്റൂമിൽ പോകണമെന്ന് കള്ളം പറഞ്ഞ് ടോബി ബാത്റൂമിലേക്ക് പോകുന്നു. അതും അവിടെയുണ്ടായിരുന്ന ഒരു പോലീസുകാരന്റെ മൊബൈലും അടിച്ചുകൊണ്ടാണ് പോയിരിക്കുന്നത്. ബാത്റൂമിൽ ചെന്നിരുന്ന് കൃപാകരനെയും കൂട്ടാളികളെയും വിളിക്കും. തന്നെ പോലീസ് പിടിച്ചിരിക്കുകയാണെന്നും നടന്ന കാര്യങ്ങളെല്ലാം ടോബി പറയുന്നു. ടോബി അവർ ഒരുപാട് വഴക്ക് പറയുകയാണ് ചെയ്തിരിക്കുന്നത്. FIR ഇട്ടോ എന്ന് എബ്രഹാം ചോദിക്കുമ്പോൾ ഇല്ല, അച്ഛനും മകളും സ്റ്റേഷനിലേക്ക് എത്തിയാൽ മാത്രമേ FIR ഇടൂ, അവർ വരുവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്നും ടോബി പറയുന്നു. അത് കേട്ട എബ്രഹാം അച്ഛനും മകളും പോലീസ് സ്റ്റേഷനിലേക്ക് എത്താൻ പാടില്ല, അവരെ കണ്ടുപിടിച്ച് കുടുംബത്തോടെ തീർത്ത് കളയണമെന്നും എബ്രഹാം ആവശ്യപ്പെടുന്നു. അങ്ങനെ കൃപാകരനാണെങ്കിലോ ആ ഒരു കുടുംബത്തെ കൊല്ലുവാൻ വേണ്ടിയിട്ട് ഒരു 10 പേരെ പറഞ്ഞു വിടുകയാണ്. അത് കാണുന്ന കൃപാകരന്റെ സഹോദരനായ ശിവ 10 പേരോ ഒരച്ഛനെയും മകളെയും അവരുടെ അമ്മയും കൊല്ലുവാൻ വേണ്ടിയിട്ട് എന്തിനാ 10 പേര്, ഞങ്ങൾ 5 പേര് പോകാമെന്ന് പറഞ്ഞിട്ട് കൃപാകരന്റെ സഹോദരൻ 4 കൂട്ടാളികളെയും കൂട്ടി അവിടെ നിന്ന് പോകുവാനായി ഒരുങ്ങുന്നു. പോകുന്നതിന് മുൻപ് ആ കുടുംബത്തെക്കുറിച്ച് അറിയണമല്ലോ എന്ന് കരുതി ലോക്കൽ ഗുണ്ടയെ ഏർപ്പാടാക്കുന്നു. ലോക്കൽ ഗുണ്ടയാണെങ്കിലോ തനിക്ക് പരിചയമുള്ള ഒരു ഫ്രണ്ടിനോട് ആ ഒരു ഫാമിലിയെ കുറിച്ച് അന്വേഷിക്കും. എന്നാൽ അയാളാണെങ്കിൽ രാജയുടെ കുടുംബത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ക്ഷേത്രത്തിലെ പാട്ടിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ലോക്കൽ ഗുണ്ടയ്ക്ക് പറയുന്നതൊന്നും വ്യക്തമായില്ല. അയാൾ കേട്ടത് കരാട്ടെ മാസ്റ്റർ എന്നത് ഹെഡ് മാസ്റ്റർ എന്നാണ്. അതൊരു ഹെഡ് മാസ്റ്ററിന്റെ കുടുംബമാ എന്റെ കൂട്ടുകാരൻ പറഞ്ഞെന്നും ലോക്കൽ ഗുണ്ട ശിവയോട് പറയുന്നു. ഒരു ഹെഡ് മാസ്റ്ററിനെയും മകളെയും കൊല്ലാനാണോ, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് 5 എണ്ണവും അവിടേക്ക് തിരിക്കുന്നു. അങ്ങനെ ആരും അറിയാതെ നൈസിന് വീടിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. വീട്ടിലേക്ക് ആരോ കയറിയിട്ടുണ്ടെന്നുള്ള കാര്യം രാജയ്ക്കും നിലയ്ക്കും നീലവേണിക്കും മനസ്സിലായി. അവരെ ആക്രമിക്കുവാനായിട്ട് ഒളിച്ചിരുന്ന 2 ഗുണ്ടകൾ പുറത്തേക്ക് വരുന്നു. അച്ഛനും മകളും അമ്മയും ചേർന്ന് ആ 2 ഗുണ്ടകളെ അടിച്ച് ശരിയാക്കുകയും അവരെ കൊലപ്പെടുത്തുകയും ചെയ്തു. 3 പേരും കൂടി നിൽക്കുകയാണ്. ഇനി എന്തു ചെയ്യും? പോലീസ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൊലകുറ്റത്തിന് നമ്മൾ അകത്തു പോകും. നമുക്കിവിടെ അവരെ ആരും അറിയാതെ മറവ് ചെയ്താലോ എന്നൊക്കെ രാജയും നീലവേണിയും നിലയും ചർച്ച ചെയ്യുന്നു. ഇതെല്ലാം ഒളിച്ചിരിക്കുന്ന ബാക്കി 3 ഗുണ്ടകളും ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ നില പറയുകയാണ്, ഇവർ 2 പേരെയും നമ്മൾ കൊന്നു, ബാക്കി ഒളിച്ചിരിക്കുന്ന 3 പേരെ എന്ത് ചെയ്യും? അത് കേട്ടതും ബാക്കിയുള്ള ഗുണ്ടകൾ ഷോക്കായി പോവുകയാണ്. അവർ 3 പേരും കൂടി പുറത്തേക്ക് വരുന്നു. വീണ്ടും വലിയ ഫൈറ്റ് തന്നെ നടക്കുകയാണ്. ഫൈറ്റിനൊടുവിൽ ആ 3 പേരെയും അവർ കൊല ചെയ്യും. രാജ കരാട്ടെ ക്ലാസ് എടുക്കുകയാണല്ലോ. കരാട്ടെ ക്ലാസ് നടക്കുന്നിടത്ത് ബാത്റൂം സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ബാത്റൂമിന് വേണ്ടിയിട്ട് വലിയ കുഴി എടുത്തിട്ടുണ്ട്. ആ കുഴിയിലേക്കാണ് 5 പേരുടെയും ഡെഡ് ബോഡി കൊണ്ടുവന്നവർ കുഴിച്ചു മൂടുന്നതും. അതെല്ലാം ഒരു വശത്ത് നടക്കവേ എബ്രഹാമിന് വരുണിൽ നിന്ന് കോള് വരുന്നു. ആ 100 രൂപ നോട്ട് എത്രയും വേഗം ദുബായിൽ എത്തിച്ചാൽ മാത്രമേ 1000 കോടി ട്രാൻസാക്ഷൻ നടക്കൂ. അത് എത്രയും വേഗം ചെയ്യണം, ഡീല് സൈൻ ചെയ്യണം. ഞാനൊരാളിനെ പറഞ്ഞുവിടാം, ആ 100 രൂപ നോട്ട് നീ അയാളുടെ കയ്യിൽ കൊടുക്കണമെന്നും
വരുൺ ആവശ്യപ്പെടുന്നു. കൊടുക്കാമെന്ന് എബ്രഹാം പറഞ്ഞിട്ട് തന്റെ പോക്കറ്റിൽ തപ്പുന്ന സമയത്താണ് പേഴ്സ് കാണുന്നില്ല. പേഴ്സ് എത്രയും വേഗം അന്വേഷിക്കണമെന്നും അവിടെയുണ്ടായിരുന്ന കൃപാകരന്റെ കൂട്ടാളികളോട് പറയുന്നു. എല്ലാവരും അവിടെ പേഴ്സ് അന്വേഷിക്കുകയാണ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 100 രൂപ നോട്ടുണ്ടെന്നുള്ള കാര്യം എബ്രഹാം പറയുമ്പോൾ, ഒരു 100 രൂപ നോട്ടോ, അതിനെന്താ വലിയ കാര്യമെന്നുള്ളത് കൃപാകരന്റെ കൂട്ടാളികൾ പറയുമ്പോൾ, ആ 100 രൂപ നോട്ടിന് 1000 കോടിയുടെ വിലയുണ്ട്. 100 രൂപ നോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ 1000 കോടി ട്രാൻസാക്ഷൻ ചെയ്യാൻ കഴിയൂ എന്നും എബ്രഹാം പറയുന്നു. എല്ലാവരും വെപ്രാളപ്പെട്ട് പേഴ്സ് തേടുകയാണ്. ഒരു ഘട്ടത്തിൽ പേഴ്സും കിട്ടുന്നു. പേഴ്സ് ഓപ്പണാക്കി നോക്കുന്ന സമയത്താണ് അത് എബ്രഹാമിന്റെ ആയിരുന്നില്ല. അത് കൃപാകരന്റെ സഹോദരനായ ശിവയുടേതാണ്. രണ്ട് പേഴ്സും ഒരേ കളറായതുകൊണ്ട് തന്നെ ശിവ പോകുന്നതിന് മുൻപ് എബ്രഹാമിന്റെ പേഴ്സാണ് മാറിയെടുത്തുകൊണ്ട് പോകുന്നത്. എബ്രഹാം വല്ലാതെ ടെൻഷൻ അടിക്കുവാനായും തുടങ്ങി. ശിവയോട് എത്രയും വേഗം പേഴ്സ് കൊണ്ടുവരണമെന്ന് എബ്രഹാം പറയുന്ന സമയത്ത് കൃപാകരൻ ശിവയെ ഫോൺ ചെയ്യുന്നു. പക്ഷേ ശിവയുടെ ഫോൺ കിട്ടുന്നതുമില്ല. രാജയുടെ വീട്ടിലേക്ക് പോയ ആരുടെ ഫോണും കിട്ടുന്നില്ല. എല്ലാം സ്വിച്ച് ഓഫ് ആണ് പറയുന്നത്. അവരാകെ ടെൻഷനാകുന്നു. അതേസമയം 5 പേരെയും കുഴിച്ചു മൂടിയിട്ട് സ്ലോ മോഷനിൽ നടന്നു വരികയാണ് അച്ഛനും അമ്മയും മകളും. ശിവയെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ കൃപാകരൻ തന്റെ 2 കൂട്ടാളികളെ ശിവയെക്കുറിച്ച് അന്വേഷിക്കുവാനായിട്ട് പറഞ്ഞുവിടുന്നു. അവർ പോകുന്ന സമയത്ത് വഴിയിൽ പഞ്ചറായി കിടക്കുന്ന ശിവയുടെ ജീപ്പ് കാണുന്നു. അപ്പോൾ രാജയുടെ വീട്ടിലേക്ക് അവരുടെ ജീപ്പ് എത്തിയിട്ടില്ല. അതിനു മുൻപായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള സംശയം ഗുണ്ടകൾക്ക് തോന്നുന്നു. ഉടനെ തന്നെ രാജയുടെ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോഴോ പഴയതുപോലെ തന്നെ വീട്ടുകാരെല്ലാം വീട്ടിലുണ്ട്. അപ്പോൾ ഇവിടേക്ക് ശിവയും കൂട്ടരും വന്നിട്ടില്ല. അതിനു മുൻപ് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കൃപാകരനെ വിളിച്ചു പറയുന്നു. ഇവരുടെ ഏതോ ശത്രുക്കളായിരിക്കാം ശിവയെ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടാവുക. ശിവയ്ക്ക് എന്തോ സംഭവിച്ചു എന്ന ടെൻഷൻ കൃപാകരനുണ്ടാകും. മാത്രമല്ല മറ്റൊരു രീതിയിലും കൃപാകരൻ ചിന്തിക്കുന്നു. കാരണം ടോബി ഇപ്പോൾ പോലീസിന്റെ പിടിയിലാണല്ലോ. ടോബിയെ അടിച്ച് ചോദ്യം ചെയ്ത സമയത്ത് കൃപാകരന്റെയും കൂട്ടാളികളുടെയും കാര്യമൊക്കെ ടോബി പറഞ്ഞു കാണും. എബ്രഹാമിന്റെ കാര്യവും പറഞ്ഞു കാണും. ഇനി എബ്രഹാമിനെ പിടികൂടുവാൻ വേണ്ടിയിട്ട് ശിവയും കൂട്ടരെയും കടത്തിവെച്ചിരിക്കുകയാണോ പോലീസ് എന്ന സംശയം കൃപാകരനുണ്ടാകുന്നു. ശിവയും കൂട്ടരും സ്റ്റേഷനിലുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് കൃപാകരൻ തന്റെ ഒരു കൂട്ടാളിയെ സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിടുന്നു. പ്രോഗ്രാം നടത്തുവാനുള്ള അനുമതിക്ക് വേണ്ടിയിട്ടാണെന്ന് കള്ളം പറഞ്ഞാണ് ആ പയ്യൻ അവിടേക്ക് വരുന്നത്. അവൻ അവിടെ എല്ലാം അന്വേഷിക്കും. പക്ഷേ ടോബിയും കാണുന്നില്ല, ശിവയും കൂട്ടരെയും കാണുന്നില്ല. ആ ഒരു വിവരം കൃപാകരനോട് പറയുന്നു. അതേ സമയത്തായിരുന്നു രാജയും നിലയും സ്റ്റേഷനിലേക്ക് വരുന്നത്. ഞങ്ങൾക്ക് കേസൊന്നുമില്ല, FIR ഒന്നും ചാർജ് ചെയ്യേണ്ട എന്നുള്ള കാര്യമൊക്കെ രാജയും നിലയും പറയുന്ന അതേ സമയത്തായിരുന്നു ഉയർന്ന ഉദ്യോഗസ്ഥന് കൃപാകരനിൽ നിന്ന് കോള് വരുന്നത്. നിങ്ങളല്ലേ ശിവയെ കടത്തി വെച്ചിരിക്കുന്നത്? ഞങ്ങൾക്കതെല്ലാം മനസ്സിലായി. ശിവയും കൂട്ടരെയും വിട്ടുതന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ഭാര്യയും മകനെയും കൊല്ലുമെന്ന് പറഞ്ഞ് കൃപാകരൻ വിരട്ടുന്നു. എന്നിട്ട് പോലീസ് ഇൻസ്പെക്ടറിന്റെ ഭാര്യയും മകനെയും കടത്തി വെച്ചിരിക്കുന്ന ഫോട്ടോയും വീഡിയോയും ഒക്കെ പോലീസ് ഇൻസ്പെക്ടറിന് അയച്ചു കൊടുക്കുന്നു. അദ്ദേഹം എന്ത് ചെയ്യുമെന്നറിയാത്തൊരവസ്ഥയിലിരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്ന രാജയും നിലയും ശ്രദ്ധിക്കുന്നു. അവരെ കാരണമാണല്ലോ ഇപ്പോൾ പാവപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന് പ്രശ്നമായിരിക്കുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും ഇപ്പോൾ പ്രശ്നം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെ രക്ഷിക്കണമെന്നും നിലയും രാജയും തീരുമാനിക്കുന്നു. വീട്ടിൽ വന്ന് എന്ത് ചെയ്യുമെന്നവർ ചിന്തിച്ചിരിക്കുകയാണ്. എവിടെയായിരിക്കാം കൃപാകരൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയും മകനെയും കടത്തിവെച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തണമെന്നും തീരുമാനിക്കുന്നു. അപ്പോഴാണ് രാജയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. രാജയുടെ കരാട്ടെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു പയ്യനിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനായി മാറിയിരിക്കുകയാണ്. ആ പയ്യനെ വിളിച്ച് കൃപാകരനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം അന്വേഷിക്കുന്നു. ഫോണിലൂടെ സംസാരിക്കുന്നത് സേഫ് അല്ല എന്ന് ചിന്തിച്ച രാജ നേരിൽ കാണാമെന്ന് തീരുമാനിച്ച് ആ പയ്യനടുത്തേക്ക് പോകുന്നു. അമ്മയും മകളും മാത്രമായിരുന്നു അതേസമയം വീട്ടിലുണ്ടായിരുന്നത്. എന്നാൽ മറ്റൊരു വശത്ത് എബ്രഹാമിന് എങ്ങനെയെങ്കിലും ആ ഒരു 100 രൂപ നോട്ട് കൈക്കലാക്കിയേ പറ്റൂ. ആ ഒരു 100 രൂപ നോട്ടടങ്ങിയ പേഴ്സുമായിട്ട് ശിവ പോയത് അവസാനം രാജയുടെ വീട്ടിലേക്കാണ്. എന്നിട്ടാണ് ശിവയെ കാണാതായത്. അതുകൊണ്ട് തന്നെ ആ വീട്ടിലേക്ക് പോകാമെന്നും എബ്രഹാം തീരുമാനിക്കുന്നു. എബ്രഹാം കയ്യിലൊരു കത്തിയുമായിട്ട് രാജയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. വാതിലിൽ മുട്ടുകയും ചെയ്യും. കതക് തുറക്കുന്ന നീലവേണിക്ക് കയ്യിൽ കത്തിയുമായി നിൽക്കുന്ന എബ്രഹാമിനെ കാണുമ്പോൾ നേരത്തെ വന്നവരുടെ കൂട്ടത്തിലുള്ള ആളാണ് ഈ നിൽക്കുന്നതെന്നും മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇവനെയും കൊന്നുകളയണമെന്നും അമ്മയും മകളും തീരുമാനിക്കുന്നു. എന്നിട്ട് TV-യുടെ വോളിയം ഒക്കെ കൂട്ടിവെക്കുകയാണ്. ആ വീട്ടിൽ അവരെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നീലവേണി TV-യുടെ വോളിയം ഉച്ചത്തിൽ വെക്കും. അതുപോലെ തന്നെ അവർ ചെയ്യുകയാണ്. എന്നിട്ട് എബ്രഹാമിനെ തല്ലുവനയും തീരുമാനിക്കുന്നു. നിലയും നീലവേണിയും ചേർന്ന് എബ്രഹാമിനെ തല്ലുകയാണ്. പക്ഷേ എബ്രഹാം ആരാള്? എല്ലാവരും പേടിക്കുന്ന ഒരു ക്രിമിനൽ ആണല്ലോ. പോലീസുകാർക്ക് പോലും ഒന്ന് ചെന്നെത്താൻ പോലും കഴിയാത്ത ക്രിമിനൽ. അങ്ങനെയുള്ള എബ്രഹാം അമ്മയും മകളെയും തിരിച്ചു തല്ലുകയാണ്. ഒരു ഘട്ടത്തിൽ 2 പേരെയും കൊല്ലുമെന്ന അവസ്ഥയായി. അതേ സമയമായിരുന്നു സ്കൂട്ടറിൽ പോവുകയായിരുന്ന രാജയ്ക്ക് ഒരു കോള് വരുന്നത്. അടുത്ത വീട്ടിലെ ആളാണ് വിളിച്ചിരിക്കുന്നത്. ഇത്രയും രാത്രിയായിട്ടും എന്തിനാ ഇത്രയും ഉച്ചത്തിൽ TV വെച്ചിരിക്കുന്നത്? ഞങ്ങൾക്കൊക്കെ ഉറങ്ങണ്ടേ?
ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കുവാനായിട്ടാണ് അയാൾ പറയുന്നത്. അതോടെ രാജയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, വീട്ടിലേക്ക് ആരോ കയറിയിട്ടുണ്ടെന്ന്. ഉടനെ തന്നെ രാജ തന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അപ്പോൾ കാണുന്ന കാഴ്ച ഭാര്യയും മകളെയും കൊല്ലുവാനായിട്ട് നിൽക്കുന്ന എബ്രഹാമിനെയാണ്. ഉടനെ തന്നെ രാജ എബ്രഹാമിനെ തല്ലുന്നു. വലിയ ഫൈറ്റ് നടക്കും. എന്നാൽ ആ ഫൈറ്റിനൊടുവിൽ എബ്രഹാമാണെങ്കിലോ കയ്യിൽ കിട്ടിയ കുക്കറെടുത്ത് രാജയുടെ തലക്കടിച്ച് വീഴ്ത്തുന്നു. എന്നിട്ട് കത്തിക്കൊണ്ട് രാജയെ കുത്തി കൊല്ലുവാനായി പോകുന്ന സമയത്താണ് അവിടെ മറ്റൊരാളിന്റെ മാസ് എൻട്രി. അത് മറ്റാരുമല്ല, രാജയുടെ സഹോദരനാണ്, നിലയുടെ ചിറ്റപ്പൻ. രാജയുടെ സഹോദരനും രാജയ്ക്കൊപ്പം കരാട്ടെയൊക്കെ പഠിച്ചതാണ്. രാജ, രാജയുടെ സഹോദരൻ നീലവേണി, ഇവർ മൂന്നുപേരും ഒരുമിച്ചാണ് കരാട്ടെ പഠിച്ചിരുന്നതും. രാജയുടെ സഹോദരൻ വന്നതോടുകൂടി വീണ്ടും വലിയൊരു ഫൈറ്റ് നടക്കുകയാണ്. അങ്ങനെ 4 പേരും ചേർന്ന് എബ്രഹാമിനെ ലോക്ക് ചെയ്യുന്നു. എബ്രഹാമിന് ഒന്ന് അനങ്ങാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. എവിടെയാണ് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയും മകനെയും കൃപാകരൻ കടത്തിവെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ് എബ്രഹാം. കൃപാകരന്റെ ഗുണ്ടാ സങ്കേതത്തിലേക്ക് പോവുകയാണ് നിലയും രാജയും. എബ്രഹാമിന് കാവലിരിക്കുന്നത് നീലവേണിയും രാജയുടെ സഹോദരനും. അങ്ങനെ കൃപാകരന്റെ സ്ഥലത്തേക്ക് എത്തിക്കുകയാണ് രാജയും നിലയും. കൃപാകരന്റെ കൂട്ടാളികളെയും കൃപാകരനെയും എല്ലാം തല്ലി ചതയ്ക്കുന്നു. എന്നിട്ട് എവിടെയാണ് ഇൻസ്പെക്ടറുടെ ഭാര്യയും മകനും ഉള്ളതെന്ന സ്ഥലവും കണ്ടുപിടിക്കുകയാണ്. അതേസമയം അവിടേക്ക് വരുൺ പറഞ്ഞു വിട്ടിട്ട് 100 രൂപ നോട്ട് വാങ്ങുവാനായിട്ട് വരുണിന്റെ അസിസ്റ്റന്റും എത്തിയിട്ടുണ്ട്. ഇനി നീ ജീവനോടെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കൃപാകരനെ കൊല്ലുവാനായിട്ട് ഒരുങ്ങുന്ന സമയത്താണ്, ഞാൻ മരിച്ചാലും ഇവിടെ ഒന്നും മാറാൻ പോകുന്നില്ല, ഞങ്ങൾക്ക് മുകളിൽ ഒരുത്തനുണ്ട്, അവനാണ് ഇതിനെല്ലാം പിന്നിലെന്നും കൃപാകരൻ പറയുന്നു. അപ്പോഴാണ് ഈ 100 രൂപ നോട്ടിന്റെ കാര്യമെല്ലാം രാജ അറിയുന്നത്. 100 രൂപ നോട്ട് വാങ്ങുവാൻ വേണ്ടിയിട്ടാണ് വരുണിന്റെ അസിസ്റ്റന്റ് വന്നിരിക്കുന്നതെന്നുള്ള കാര്യവും രാജയ്ക്ക് മനസ്സിലാകുന്നു. ഇതിന്റെ പിന്നിൽ വരുണിന്റെ പ്ലാനും ആ ഒരു പ്രോജക്റ്റ് നടന്നു കഴിഞ്ഞാൽ ആ ഒരു ഗ്രാമം മുഴുവൻ നശിച്ചു പോകുമെന്നും മാത്രമല്ല 1000 കോടി രൂപ MLAക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നും ഈ 100 രൂപ നോട്ട്, അതായത് ഒരേ സീരിയൽ നമ്പറുള്ള ഒരു 100 രൂപ നോട്ട് ദുബായിലേക്ക് എത്തിയാൽ മാത്രമേ 1000 കോടി രൂപ MLAക്ക് കിട്ടൂ എന്നുള്ള കാര്യമൊക്കെ രാജ അറിയുന്നു. ഇവർ പറയുന്നതെല്ലാം ശരിയാണോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വിളിച്ച് രാജ തന്റെ സഹോദരനോട് പറയുന്നുണ്ട്, ശിവയുടെ പോക്കറ്റിൽ ഒരു പേഴ്സ് ഉണ്ടോ എന്ന് നോക്കണം, ആ പേഴ്സിനുള്ളിൽ ഒരു 100 രൂപ നോട്ടുണ്ടോ എന്ന് നോക്കുവാനായിട്ടും പറയുന്നു. അതനുസരിച്ച് രാജയുടെ സഹോദരൻ കുഴി തോണ്ടുകയും ശിവയുടെ പോക്കറ്റിലുള്ള പേഴ്സ് കണ്ടെത്തുകയും ചെയ്യുന്നു. ആ പേഴ്സിനുള്ളിൽ 100 രൂപ നോട്ടുമുണ്ട്. ആ ഒരു കാര്യം രാജയെ വിളിച്ച് പറയുകയാണ്. എന്നാൽ അതെല്ലാം കേൾക്കുന്ന നില പറയുന്നത്, ഈ ഒരു പ്രോജക്റ്റ് നടന്നു കഴിഞ്ഞാൽ ആ ഒരു ഗ്രാമത്തിലുള്ള 1500 കുടുംബം നശിച്ചു പോകില്ലേ, അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നും നില പറയുന്നു. ഉടനെ തന്നെ രാജ അവിടെയുണ്ടായിരുന്ന കൃപാകരനെയും കൃപാകരനടുത്തിരുന്ന അസിസ്റ്റന്റിനെയും കൊന്നുകളയുകയാണ് ചെയ്യുന്നത്. നില എവിടെയാണ് പോലീസ് ഇൻസ്പെക്ടറിന്റെ ഭാര്യയും മകനെയും അടച്ചു വെച്ചിരിക്കുന്നെന്ന് കണ്ടെത്തിയില്ലേ? കൃപാകരന്റെ കൂട്ടാളിയിൽ നിന്നും ഒരു ഫോൺ കൈക്കലാക്കിയ നില കൺട്രോൾ റൂമിലേക്ക് കോൾ ചെയ്തതിനു ശേഷം ഡോറിന്റെ അടിയിൽ കൂടി ഫോൺ അകത്തേക്ക് ഇട്ടുകൊടുക്കുന്നു. ഇൻസ്പെക്ടറുടെ ഭാര്യ കോൾ എടുത്തതിനു ശേഷം എവിടെയാണ് തങ്ങൾ ഉള്ളതെന്ന് കൺട്രോൾ റൂമിൽ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അച്ഛനും മകളും അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. മറ്റൊരു വശത്ത് ഇതുവരെയും 1000 കോടി ട്രാൻസ്ഫർ ആകാത്തത് കൊണ്ട് തന്നെ MLA വരുണിനെ വിളിക്കുന്നു. ഒരു ദിവസം കൂടി എനിക്ക് ടൈം തരണം, എന്തോ ചെറിയ പ്രശ്നമുണ്ട്, അതെല്ലാം ക്ലിയർ ആക്കിയിട്ട് ഒരൊറ്റ ദിവസത്തിനകം ഞാൻ ക്യാഷ് എത്തിക്കാമെന്നും വരുൺ പറയുന്നു. ഒരൊറ്റ ദിവസം മാത്രമാണ് നിങ്ങൾക്ക് സമയം, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ സൈൻ ചെയ്യില്ല എന്നും MLA പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുന്നു. അതേ സമയമായിരുന്നു ഇൻസ്പെക്ടറും മറ്റു പോലീസുകാരും കൃപാകരന്റെ സങ്കേതത്തിലേക്ക് എത്തുന്നത്. അവിടെ കൃപാകരനും കൂട്ടാളികളും മരണപ്പെട്ട് കിടക്കുന്നതും ഇൻസ്പെക്ടർ കാണുന്നു. തന്റെ ഭാര്യയും മകനെയും സേഫായിട്ട് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. ആരാണോ ശിവയെ കടത്തി വെച്ചിരിക്കുന്നത് അവർ തന്നെയാണ് കൃപാകരന്റെ മരണത്തിനും കാരണമായത്. അതുകൊണ്ട് തന്നെ ശിവയെ കടത്തി വെച്ചിരിക്കുന്നവരെ കണ്ടെത്തണം. ശിവ കാണാതായ ദിവസത്തെ CCTV ഫുട്ടേജ് എല്ലാം ചെക്ക് ചെയ്യണമെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടും. പോലീസുകാർ CCTV ഫുട്ടേജ് എടുക്കുവാനായി പോകുന്ന സമയത്താണ് പോലീസിന്റെ പേരിൽ മറ്റാരോ വന്ന് CCTV ഫുട്ടേജ് എല്ലാം കളക്ട് ചെയ്ത കാര്യം ഇൻസ്പെക്ടർ അറിയുന്നത്. ആരായിരിക്കും ഇതിന് പിന്നിലെന്നും ഇൻസ്പെക്ടർ ചിന്തിക്കുന്നു. അതേസമയം രാജയുടെ വീടാണ് കാണിക്കുന്നത്. രാജയും നിലയും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു 700 കോടി പ്രോജക്റ്റിന്റെ കാര്യമൊക്കെ സംസാരിക്കുന്നു. അവരുടെ സങ്കടം ഈ ഒരു പ്രോജക്റ്റ് നടന്നു കഴിഞ്ഞാൽ 1500 കുടുംബങ്ങൾ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാകും എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ രക്ഷിക്കണമെന്നും നില പറയുന്നു. 100 രൂപ നോട്ടും കത്തിച്ച് കളയുകയാണ്. ഇവൻ മാത്രമല്ല, ഇവന്റെ മുകളിലുള്ള ആ ഒരു വരുൺ കൂടി ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം എന്തായാലും നമ്മൾ വിചാരിക്കുന്ന കാര്യമൊന്നും നടക്കില്ല. നമ്മൾ സേഫായിട്ട് ജീവിക്കണമെങ്കിൽ അവനും മരിക്കണമെന്നും രാജയുടെ സഹോദരൻ പറയുന്നു. എന്നിട്ട് അവർ വീണ്ടും കുഴിയെടുക്കുകയും എബ്രഹാമിനെ ജീവനോട് കൂടി തന്നെ ആ ഒരു കുഴിയിലിട്ട് മൂടുകയാണ് ചെയ്യുന്നത്. ആ സീൻ അവിടെ കട്ടായി വരുണിനെ കാണിക്കുന്നു. പോലീസിന്റെ പേരിൽ CCTV ഫുട്ടേജ് എല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുവന്നത് വരുണും ടീമുമാണ്. അന്ന് ശിവ കാണാതായ ദിവസത്തെ വിഷ്വൽസ് എല്ലാം ചെക്ക് ചെയ്യുന്നു. ആകെ 6 പേരാണ് അതുവഴി പാസ് ചെയ്ത് പോയിരിക്കുന്നത്. 4 പേരും പിന്നെ ഒരു അച്ഛനും മകളും. ഈ ഒരു അച്ഛനും മകളുമാകാൻ ചാൻസ് ഇല്ല.
ബാക്കിയുള്ള 4 പേരെയും ഇവിടേക്ക് കൊണ്ടുവരണമെന്നും വരുൺ ആവശ്യപ്പെടുന്നു. അതനുസരിച്ച് അന്നേ ദിവസം അതുവഴി പാസ് ചെയ്തു പോയ 4 ബൈക്ക് യാത്രികരെയും അവിടേക്ക് കൊണ്ടുവന്ന് അടിച്ച് ചോദ്യം ചെയ്യുന്നു. എന്നാൽ അതിലൊരാൾ പറയുന്നത്, ഞാൻ അന്നേ ദിവസം രാത്രി ഒരു സ്ഥലത്തു നിന്നും വല്ലാതെ ശബ്ദങ്ങൾ കേട്ടു. എന്താണെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് പോയി നോക്കിയപ്പോൾ ഒരച്ഛനും മകളും ചേർന്ന് അവിടെയുണ്ടായിരുന്നവരെ എല്ലാവരെയും അടിച്ച് തകർക്കുകയാണ് ചെയ്തത്. ദേ അത് ഈ അച്ഛനും മകളുമാണെന്നുള്ള കാര്യം CCTV ഫുട്ടേജിൽ നിന്നും ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. ഫുട്ടേജ് കണ്ടപ്പോൾ ആരുടെ കാര്യമാണോ നോക്കണ്ട എന്ന് വരുൺ പറഞ്ഞത് അവർ തന്നെയാണ് ഇതിന് പിന്നിലെന്നുള്ള കാര്യം വരുണിന് മനസ്സിലായി. അങ്ങനെ വരുണും കൂട്ടാളികളും ചേർന്ന് തന്റെ കുറച്ചാളുകളെ രാജയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. അതേസമയം ക്രൈം നടന്ന സ്ഥലത്ത് നിന്നും പോലീസുകാർക്കൊന്നും കൊലയാളിയുടെ ഫിംഗർ പ്രിന്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല. മരണപ്പെട്ടു പോയവരുടെ ഫിംഗർ പ്രിന്റ്സ് മാത്രമാണുള്ളത്. ആരായിരിക്കും ഇതിന് പിന്നിലെന്നും പോലീസുകാർ കണ്ടെത്തണമെന്നും തീരുമാനിക്കും. അതേസമയമായിരുന്നു രാജയുടെ വീട്ടിലേക്ക് വരുണിന്റെ ആളുകൾ എത്തുന്നത്. രാജയുടെ വീട്ടില് രാജയുടെ ഭാര്യയും സഹോദരനും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. വന്നവരെ എല്ലാവരെയും ഭാര്യയും സഹോദരനും ചേർന്ന് ഡീല് ചെയ്യുന്നു. ഇതെല്ലാം നടക്കുന്ന സമയം രാജയും നിലയും എത്തിയിരിക്കുന്നത് വരുണിന്റെ വീട്ടിലേക്ക്. വരുൺ തേടിയിരുന്ന ആളുകൾ വരുണിന്റെ കൺമുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഫൈറ്റ് നടക്കുകയാണ്. നില വരുണിനെ തല്ലുവാനായിട്ട് പോകുന്ന സമയത്ത് വരുൺ നിലക്കിട്ട് നല്ലൊരു ചവിട്ട് കൊടുക്കുന്നു. രാജയും അവിടേക്ക് വരികയാണ്. അച്ഛനും മകളും ചേർന്ന് വരുണിനെ ശരിയാക്കും. എന്നിട്ട് ആ ഒരു 100 രൂപ നോട്ട് എബ്രഹാമിന്റെ കൺമുന്നിൽ വെച്ചാണ് കത്തിച്ച് കളഞ്ഞതെന്നും എബ്രഹാമിനെ കൊന്നു എന്നുള്ള കാര്യമൊക്കെ രാജ പറയുന്നു. അതോടുകൂടി വരുൺ ആകെ ഷോക്കായി പോവുകയാണ്. എന്നിട്ട് അച്ഛനും മകളും ചേർന്ന് വരുണിന്റെ കഥയും അവിടെ അവസാനിപ്പിക്കും. പോലീസുകാർ പേടിച്ചിരുന്ന 2 ക്രിമിനലുകളെയാണ് അച്ഛനും മകളും ചേർന്ന് തീർത്തിരിക്കുന്നത്. അതേസമയം പോലീസ് ഇൻസ്പെക്ടറും ബാക്കിയുള്ള പോലീസുകാരും ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. CCTV ഫുട്ടേജ് കൊണ്ടുപോയിരിക്കുന്നത് വരുണിന്റെ ടീമാണെന്നുള്ള കാര്യം പോലീസുകാർ കണ്ടെത്തിയിരിക്കുന്നു. അവർ ഒരു കൺക്ലൂഷനിലെത്തുകയാണ്. കൃപാകരൻ വരുണിന്റെ അസിസ്റ്റന്റിനെ കടത്തിവെച്ച് വരുണിന്റെ അസിസ്റ്റന്റിനെ തീർത്തത് കൊണ്ടായിരിക്കാം വരുൺ തന്റെ കൂട്ടാളികളെ കൃപാകരനെ തീർക്കുവാൻ വേണ്ടിയിട്ട് പറഞ്ഞുവിട്ടത്. അങ്ങനെയായിരിക്കാം കൃപാകരനും കൂട്ടാളികളും മരണപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ ഇതിനെല്ലാം പിന്നിൽ ആ വരുണാണ്. വരുണിനെ ഉടനെ അറസ്റ്റ് ചെയ്യണമെന്നും പോലീസ് ഇൻസ്പെക്ടറും കൂട്ടാളികളും തീരുമാനിക്കുന്നു. അതേ സമയമായിരുന്നു വരുൺ മരണപ്പെട്ടു എന്നുള്ള വിവരം പോലീസുകാർ അറിയുന്നത്. വരുണിനെ കൊല ചെയ്തത് ആരാണെന്ന് കണ്ടെത്തണമെന്നും പോലീസുകാർ തീരുമാനിക്കും. അങ്ങനെ ഏകദേശം 3 മാസം കടന്നുപോയി. ചിറ്റപ്പന്റെ മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുകയാണ് നില. അവിടുത്തെ കാര്യങ്ങളൊക്കെ നില നോക്കുകയാണ്. അതേ സമയമായിരുന്നു TV-യിൽ വാർത്ത കാണിക്കുന്നത്. 3 മാസമായിട്ടും വരുൺ കൊലക്കേസിലെ പ്രതികളെ ഇതുവരെയായിട്ടും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ CBCIDക്ക് കേസ് കൈമാറുകയാണ് എന്നതായിരുന്നു ന്യൂസിൽ കാണിച്ചത്. അത് കണ്ട് പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന നിലയും കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.